കടലാസും പേനയും എല്ലാം സാർവത്രികമാകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പനയോലയിലാണ് നമ്മൾ എഴുതിയിരുന്നത്. നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിരുന്ന കരിപ്പനയുടെ ഓല അല്ലെങ്കിൽ കുടപ്പന അല്ലെങ്കിൽ താളിപ്പനയുടെ ഓലയിലാണ് പണ്ടുകാലത്ത് എഴുതിയിരുന്നത്. പാകമായ ഓല മുറിച്ചെടുത്ത് ചേറിൽ താഴ്ത്തി വെച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ താഴ്ത്തി വെച്ച് അഴുകാൻ അനുവദിക്കുക, അല്ലെങ്കിൽ ഇത് തിളപ്പിച്ച് അല്ലെങ്കിൽ പുഴുങ്ങി വെയിൽ തട്ടാതെ ഉണക്കിയിടുക. അങ്ങനെയൊക്കെയാണ് ഈ ഓല അന്ന് പാകപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഓലയിൽ എഴുതാൻ ഉപയോഗിക്കുന്നത് മൂർച്ചയേറിയ ഒരു ലോഹദണ്ഡാണ്. അതിന് നാരായം അല്ലെങ്കിൽ എഴുത്താണി എന്ന് പറയും. ഈ എഴുത്താണി വലത് കൈയിലെ വിരലുകൾക്കിടയിലൂടെ കോർത്ത് പിടിച്ച് ഇടത് കൈയിൽ പിടിച്ചിരിക്കുന്ന ഓലയിൽ തള്ളവിരലിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് അന്ന് എഴുതിയിരുന്നത്. കുറച്ച് പരിചയം വേണ്ട ഒരു കാര്യമാണ്. ഇന്ന് വളരെ ചുരുക്കം പേർക്ക് ഈ എഴുത്തുവിദ്യ അറിയുള്ളൂ. സാധാരണ നമ്മൾ പേന കൊണ്ട് എഴുതുമ്പോൾ കടലാസ് അനങ്ങാതിരിക്കുകയും അല്ലെങ്കിൽ ആ പ്രതലം അനങ്ങാണ്ടിരിക്കുകയും എഴുതുന്ന ഉപകരണം പേന വലത്തോട്ട് ചലിക്കുകയും ചെയ്യുന്ന രീതിയാണുള്ളത്. എന്നാൽ ഇവിടെ എഴുതുന്ന ഉപകരണം അനങ്ങാതിരിക്കുകയും എഴുതുന്ന പ്രതലം ഇടത്തോട്ട്, അതായത് ഓല എഴുതുന്ന ക്രമത്തിന് ഇടത്തോട്ട് നീങ്ങുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ്. വളരെ ഏകാഗ്രത വേണ്ട ഒരു കാര്യമാണ്. ഈ എഴുതിയ ഉടനെ ഇതിനകത്ത് ഒന്നും തെളിഞ്ഞു കാണില്ല. കാരണം അക്ഷരരൂപത്തിലുള്ള ചില പോറലുകൾ നമ്മൾ ആ ഓലയുടെ പ്രതലത്തിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇത് പിന്നീട് കരി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മഷിയോ അല്ലെങ്കിൽ തുളസി, കയ്യോന്നി തുടങ്ങിയ ചെടികളുടെ ചാറോ ഒഴിച്ച് തേച്ച് കഴിയുമ്പോൾ ഈ അക്ഷരങ്ങൾ തെളിഞ്ഞു വരും. അപ്പോഴാണ് നമ്മളിത് വായിക്കാൻ സാധിക്കുന്നത്. ഈ എഴുത്ത് ഒരിക്കലും മാഞ്ഞു പോകില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ എഴുതി വെച്ച ഈ താളിയോല കെട്ടുകൾ ഇന്നും അറിവിന്റെ അക്ഷയഖനിയായിട്ട് നമ്മുടെ മുമ്പിലുള്ളതിന്റെ പ്രധാന കാരണം ഈ എഴുത്ത് സമ്പ്രദായമാണ്.